എൻ്റെ രണ്ടാമത്തെ റിട്രീറ്റാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഇതൊരു ബൂസ്റ്റിംഗ് എനർജിയാണ്, കൂളിംഗ് എനർജി. അത് ഇവിടെ വന്നാലേ കിട്ടുള്ളൂ. ഈ മെഡിറ്റേഷൻ്റെ ഇമ്പാക്റ്റ് എനിക്ക് തോന്നുന്നു ജീവിതത്തിൽ ധാരാളം സഫറിങ്സും എല്ലാം ഉണ്ടായതുകൊണ്ടായിരിക്കാം ഈ ജേർണി വിത്തിനുള്ള പാത മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. സാറേ ക്ലാസ് എടുക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ആദ്യ ഘട്ടത്തിൽ എനിക്കൊരു മടി തോന്നിയെങ്കിലും പിന്നെ ഞാൻ അതിൽ ഇൻവോൾവ് ആവുമായിരുന്നു. അമ്മയുടെ മരണമാണ് എന്നെ ഏറ്റവും അധികം എഫക്റ്റ് ചെയ്തത്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അമ്മയുടെ ഇത്ര ക്ലോസ് ആണ്. പക്ഷെ ആ ഒരു മരണം കംപ്ലീറ്റ്ലി എന്നെ ഫ്രീസ് ചെയ്ത് തന്നു മനസ്സിൻ്റെ. ഞങ്ങൾ 5 കുട്ടികളാണ്, പക്ഷെ ഏറ്റവും എഫക്റ്റ് ചെയ്ത് തന്നെയായിരുന്നു. അവിടെ നിന്ന് തുടങ്ങിയതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു തെരച്ചിൽ. ആ തെരച്ചിലിൻ്റെ ഭാഗത്ത് മനസ്സിനൊരു സമാധാനം എന്ന് പറയുന്നില്ലേ, അതൊരിക്കലും കിട്ടിയിട്ടില്ല. ആദ്യമായിട്ടത് എനിക്ക് അനുഭവപ്പെട്ട കഴിഞ്ഞ 2 ദിവസത്തിലാണ്. എൻ്റെ മനസ്സിൽ നിറച്ച് തിരമാലകൾ അടിക്കുന്ന പോലെയായിരുന്നു. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാൻ കംപ്ലീറ്റ് ക്വയറ്റിലൂടെ എനിക്കറിയില്ല എൻ്റെ മനസ്സിലുള്ള ഒരു ശാന്തതയാണ് വന്നത്. അത് ഞാൻ എത്രത്തോളം കൃത്യത അറിയിപ്പിക്കുന്നു എന്ന് അത് അതിനെ വാക്കിലില്ല. റിട്രീറ്റ് തുടങ്ങി ആദ്യം തന്നെ എനിക്ക് തോന്നുന്നു സാർ, ഞാൻ പേര് തന്നൊരു വ്യക്തിയാണ്. അവിടെ നിങ്ങളുടെ ഒന്ന് മാത്രമേ എനിക്കറിയാം, ഞാൻ ഐ വാണ്ട് ദ റൈറ്റ് ട്രാക്ക് എന്നുള്ളതിന് യാതൊരു സംശയിക്കില്ലായിരുന്നു. ഒരിക്കലും അതൊരു ഇതല്ല, ഞാൻ എന്തൊക്കെയോ ഞാൻ ഇതിൽ നിന്ന് നേടും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. ഇത്രത്തോളം മനോഹരമായിട്ടുള്ള ഒരു കോഴ്സ്, അതിൻ്റെ ആ സീക്വൻഷ്യൽ ആയിട്ടുള്ള റീസണിങ്ങും നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാനുള്ള രീതി ഇത്രയ്ക്ക് നല്ലൊരു ഗുരുവിന് കിട്ടില്ല. അതുകൊണ്ട് ഏറ്റവും ആദ്യം ഞാൻ സാറിനോട് എൻ്റെ എല്ലാ പ്രണാമം അർപ്പിക്കുന്നു. വളരെ മനോഹരമായിട്ടുള്ള ഈ സെഷൻസും അതിൻ്റെ വിഷ്വൽസും മനസ്സിൽ പതിക്കുന്ന തരത്തിലുള്ള വാക്കുകളും പിന്നെ ഏറ്റവും എനിക്ക് ആ നൈർമല്യവും സാറിൻ്റെ പെരുമാറ്റത്തിലും പിന്നെ ആ ചോദ്യം ചോദിക്കാനുള്ള പ്രചോദനം ഉണ്ടാക്കി തരുന്നത് അത് പല ഗുരുക്കന്മാരും അനുവദിക്കാറില്ലേ. അതിനെല്ലാം വളരെ നന്ദിയുണ്ട്. കുറേ ചോദ്യങ്ങളിൽ നിന്ന് ഞങ്ങൾ കുറേ കാര്യം മനസ്സിലാക്കി തരുന്നുണ്ട്. ആ ബേസിക് ക്വാളിറ്റീസ്, വിനയം, ഭക്തി, അതുപോലെ സറണ്ടറിങ്, അതാണ് ഞാൻ ആദ്യം എന്നിൽ കൊണ്ടുവന്നത്. അവിടെ നിന്നേ എനിക്കത് തുടങ്ങാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. ഇതിലൊരു ക്ലാരിറ്റി ഉണ്ട്, നല്ല രീതിയിൽ റിയലൈസേഷൻ. എനിക്ക് ഫൈനൽ ലാസ്റ്റ് ഒക്കെ ആയപ്പോൾ ശരിക്കും ആ ഡാർക്ക്നെസ്സും ആ ഫീലിങ്ങും ആ ബ്ലിസ്ഫുൾ സ്റ്റേറ്റും പലരും ആ കരഞ്ഞ ആ മെഡിറ്റേഷൻ എനിക്ക് സത്യം പറഞ്ഞാൽ കിട്ടി. താങ്ക് യു സോ മച്ച്. മഹർഷിയുടെ കോഴ്സ് വരുന്ന എല്ലാം ശരിക്കും ഞാൻ റിഫ്ലക്ട് ചെയ്യുകയും അത് കൂടുതൽ അത് മനസ്സിലാക്കാൻ ഒരുപാട് ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ ചോദ്യങ്ങൾ മുഴുവൻ സാറ് പറഞ്ഞ പോലെ ലോജിക് അപ്ലൈ ചെയ്ത മുഴുവൻ കാര്യങ്ങൾ മനസ്സിലാക്കാനായിരുന്നു. ആ അക്വയർഡ് നോളജ് എന്തൊക്കെ ഉണ്ടായിരുന്നു അതും എല്ലാം എൻ്റെ മനസ്സിൽ നിന്ന് മാറ്റി യാതൊരുവിധ എക്സ്പെക്ടേഷൻസും ഇല്ലാതെ ഒരു ക്ലീൻ സ്ലേറ്റ് തന്നെയാണ് ഞാൻ ഇവിടെ വന്നത്. റിയലൈസേഷൻ ആയിട്ടോ ഇല്ല എന്നുള്ള, എവിടെയാണ് റിയലൈസേഷൻ പറഞ്ഞെന്നുള്ള ഒരു പോയിന്റ് ഒന്നുമില്ല. പക്ഷെ വളരെയധികം സ്പഷ്ടമായിട്ട് ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അങ്ങനെ പോയാലേ നമുക്കത് റെഡി ആവുള്ളൂ എന്നുള്ള സാറ് വളരെ ക്ലിയർ ആക്കി തന്നു. ജീവിതത്തിലെ ഞാൻ നേരത്തെ പറഞ്ഞ സഫറിങ്സ് എന്നെ വളരെയധികം താഴോട്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സത്യത്തിലൊരു പച്ച മനുഷ്യ സ്ത്രീയായിട്ട് എനിക്ക് ജീവിക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അറിയില്ല അതെൻ്റെ സഫറിങ്സ് ആണ്. പക്ഷെ അതിലൂടെ ഈ ഒരു ക്ലാസ് കൂടെ കിട്ടിയപ്പോൾ പാസ്റ്റും ഫ്യൂച്ചറും ഒക്കെ ഞാൻ കൂടെ കൊണ്ട് നടക്കുക. പതുക്കെ അത് ഊർന്ന് താഴോട്ടൊന്ന് ഇരുന്നപ്പോഴാണ് ആ പ്രസന്റ് മൊമെന്റിൽ ജീവിക്കുക എന്നുള്ളത്. നൗ ദ പ്രസന്റ് മൊമെന്റ്, അതിലൂടെ പോകാനുള്ള ഒരു ശക്തി, അതൊരു എക്സ്പീരിയൻസ് ആണ്. അത് ഐ കാൺ ഡിസ്ക്രൈബ് ഇറ്റ്. എനിക്ക് ഞാൻ വിചാരിച്ചതൊക്കെ അപ്പുറം എത്രയോ എനിക്ക് ഇവിടെ ഈ 2 ദിവസം കൊണ്ട് എനിക്ക് തീർച്ചയായിട്ടും വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറച്ച് നാളായിട്ട് തന്നെ എനിക്ക് ആ പീസ് ആൻഡ് ഒരു എന്താ പറയുക കണ്ടെയ്ൻമെന്റ് ഒക്കെ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ എനിക്കത് പറയാൻ വാക്കുകളില്ല സത്യത്തിൽ. എനിക്ക് ഐ ഫീൽ സോ ഗുഡ് ആൻഡ് സോ റിലാക്സ്ഡ് ആൻഡ് സോ ഹാപ്പി. ഐ ഡോണ്ട് നോ, എനിക്ക് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയത്തില്ല. ആ മെഡിറ്റേഷൻ ഒക്കെ എനിക്ക് ഇത്രയും നല്ലതായിട്ട് സന്തോഷവും സങ്കടവും ഒരുപോലെ വരുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ആലോചിച്ചു. ഒരു വഴിയെ കണ്ണ് തുറന്നിരുന്ന് കഴിയുന്നുണ്ട്, അതേസമയം ഉള്ളിൽ ഭയങ്കര ഒരു ശാന്തത.
ഇതിൽ ഞാൻ പറഞ്ഞ പോലെ 2 തലങ്ങളുണ്ട്. ഒന്ന് ട്രാൻസ്മിഷനും റിസപ്ഷനും. നമ്മൾ റിസപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള എഴുന്നേറ്റുള്ളവരെല്ലാം ഒരേ മനസ്ഥിതിക്കാരാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പുഞ്ചിരിച്ച് ഒരു രാവിലെ ആകുമ്പോൾ ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ ഹൗ ആർ യു എന്നുള്ള ആ ഒരു ഫീലിംഗ് എപ്പോഴും എല്ലാവർക്കും സന്തുലിതമായിട്ടുള്ള അവസ്ഥയായിരുന്നു. അതിനെക്കൊണ്ട് ഞാനാണ് ഗെയിമെന്നോ അല്ലെങ്കിൽ മറ്റേ ആളാണ് ഗെയിമെന്നോ അല്ലെങ്കിൽ കുറച്ചിൽ അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. എല്ലാവരും ഒരേപോലെ ഞാൻ അനുഭവപ്പെട്ട് അതിനെക്കൊണ്ട് ആ ഒരു ട്രാൻസ്മിഷൻ ഓഫ് ദി ഇൻഫർമേഷൻ വളരെ സുഗമമായിരുന്നു. പിന്നെ എനിക്കിത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നൊന്നും അറിയില്ല. ആ പാതയിലാണെന്ന് തോന്നുന്നു. ഞാൻ അന്നും പറഞ്ഞു ഈ ഒരു ഫ്ലോയിലാണ് ജീവിതം ഇപ്പൊ പോകുന്നത്. ഫ്ലോ, ആ ഫ്ലോ എന്ന് പറയുമ്പോൾ ആ കർമ്മപഥത്തിലൂടെ പോകുന്നു. ആ ധർമ്മവും സത്യവും നീതിയും വേണം എന്നുള്ളിൽ ഓർക്കാറുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ ഒരു റിട്രീറ്റ് കിട്ടുമ്പോൾ പല സ്ഥലത്ത് പോകുന്നു നമ്മൾ 1, 2, 3 പ്രാവശ്യം. പക്ഷെ ഇവിടെ വന്ന് ഇത് കൂടുമ്പോൾ ആ കിട്ടുന്ന ഒരു പവർ എന്താ പറയാ എനർജിയാണത്. അത് സാറ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത ഈ ഒരു വലിയ അതിനെങ്ങനെ ഏത് വാക്ക് ഉപയോഗിച്ച് പറയണമെന്ന് എനിക്കറിയില്ല. ഒത്തിരി ഒത്തിരി നന്ദി. കണ്ണ് തുറന്നൊക്കെ മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുമോ? ആൾക്കാർക്ക് ചുമ്മാ പറയായിരിക്കും എന്ന് വിചാരിച്ചത്. ഇന്ന് തന്നെ എനിക്ക് ഒടുവിൽ അത് പറ്റിയാവും. തുറന്നു പോയി, കണ്ണിന് വെള്ളം വരുന്നോട്ട് തുറന്നു പോയി. പക്ഷെ ഐ കുഡ് റിയലി ഫീൽ ദറ്റ് എന്തോ ഒരു ഭയങ്കര ഒരു പവർ എൻ്റെ ഉള്ളിൽ എനിക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റി. ഐ റിയലി ഈ 2 days കൊണ്ട് പിന്നെ ഈ ഒരു കൂട്ടായ്മ, ഈ ഒരു ഫെലോഷിപ്പ് അൺബിലീവബിളി ബ്യൂട്ടിഫുൾ. ഓരോരുത്തരെയും ശരിക്കും നമ്മൾ എങ്ങനെ ഞാൻ തന്നെ എല്ലാവരെയും കാണുക എന്നൊക്കെ പറയുന്നത് എനിക്ക് പണ്ടൊക്കെ ഇങ്ങനെ ആലോചിക്കാവുന്നതിനപ്പുറമായിരുന്നു. പക്ഷെ ശരിക്കും ഓരോരുത്തരോടും സംസാരിക്കുമ്പോൾ നമ്മുടെ സ്വന്തം ഒരാള് എന്നുള്ള ഒരു ഫീല് തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട്. ഇത്രയ്ക്കൊരു നല്ലൊരു കോഴ്സ്, പ്രത്യേകിച്ച് സ്പിരിച്വാലിറ്റി റിലേറ്റഡ്, എനിക്ക് പല സംശയങ്ങളുണ്ടായിരുന്നു. എങ്ങനെയാണിത് ഞാൻ അസിമുലേറ്റ് ചെയ്യുക എന്നുള്ള ഭീതി ഉണ്ടായിരുന്നു. പക്ഷെ അത് സത്യം പറയാം വളരെ മനോഹരമായിട്ട് വളരെ എനിക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ എല്ലാം എനിക്ക് വേണ്ടതെല്ലാം ഞാൻ മനസ്സിലാക്കി. അവിടെ ഇവിടെയുള്ള കുറേ ലാക്യുനകളുണ്ട്, അതൊക്കെ കംപ്ലീറ്റ്ലി നിറഞ്ഞു. ഇപ്പോൾ ഒരു ഫ്ലോ വന്നിട്ടുണ്ട്. ആ ഫ്ലോ ഇനി എൻ്റെ മെഡിറ്റേഷൻ പ്രാക്ടീസിൽ എന്തായാലും ഞാൻ വരുത്തും എന്നുള്ള പ്രതിജ്ഞയോടെ ഞാൻ നിർത്തുന്നു.